കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെട്ടി വെച്ചിരുന്ന നമ്മുടെ ചുരിദാറിൻ്റെ എല്ലാ പാർട്സും നമ്മൾ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നെക്കാണ് ആദ്യം ഫിനിഷ് ചെയ്യണം. ഞാൻ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്കിത് ഫ്രണ്ട് പാർട്ട് എടുക്കാം കേട്ടോ. ഫ്രണ്ട് പാർട്ടിൻ്റെ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇതിൽ ക്യാൻവാസിലല്ലല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ നല്ല പുറം എടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല പുറത്താണ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ കുഴിച്ച് വെട്ടാൻ പറഞ്ഞു നമ്മുടെ ആം ഹോളിൻ്റെ. അപ്പോൾ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. നല്ല പുറമെടുത്തു, നമ്മുടെ ആ കുർത്തിയുടെ നല്ല പുറമെടുത്തു. അത് നല്ല പുറത്താണ് നമ്മൾ വെക്കേണ്ടത് ഈ ഒരു പീസ് കേട്ടോ. നല്ല പുറത്ത് ഒരു 1/2 ഇഞ്ചിൽ വെക്കുകയാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു പീസില്ലേ, അതിൻ്റെ നെക്കിൻ്റെ ഭാഗം അല്ലാണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേ, ആ ഒരു ഭാഗം ഒറ്റ മടക്കിയിട്ട് ചുറ്റും ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കവിടെ നെക്ക് ഫിനിഷ് ആയിട്ടിരിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇപ്പോൾ ക്യാമറ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഡിസ്റ്റൻസും വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ വീട്ടിന് ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ടാണ് സൗകര്യക്കുറവിൻ്റെ. നമ്മളതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നെക്കിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് 1/2 ഇഞ്ചിൽ തയ്ച്ചു കൊണ്ടുവരാം. നമ്മുടെ വീടിനെ ക്യാമറ കറക്റ്റായിട്ട് വെക്കാനൊരു ഇതില്ല. അപ്പോൾ അതിൻ്റെ ഇത് കൊണ്ടാണ് നമുക്കിത് മുഴുവനായിട്ട് കാണാൻ പറ്റാത്തത്. നിങ്ങൾക്ക് നല്ല അത്യാവശ്യം കാണുന്ന രീതിയിൽ ഞാനെല്ലാം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൽ നമ്മളിതുപോലെ തയ്ച്ചെടുത്തു. അപ്പോൾ നമ്മളിത് കണ്ടില്ലേ, ഇതുപോലെ 1/2 ഇഞ്ചിൽ തയ്ച്ചെടുത്തിട്ട് ആ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിൽ തൊടാണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഒന്ന് വളഞ്ഞു പോകാനായിട്ട് കർവ് ഷേപ്പാണല്ലോ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മറച്ച് വയ്ക്കുക കേട്ടോ. ഇതുപോലെ മറച്ച് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടിയും ചെയ്യാനുണ്ട്. നെക്ക് ഇത്തിരി കൂടി നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ ഈ ഒരു ഇതിങ്ങനെ പിടിക്കുക കേട്ടോ. നമുക്ക് മനസ്സിലാവില്ല നെക്കിൻ്റെ ആ ഭാഗം നമ്മുടെ തയ്യൽ തുമ്പ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു തെറ്റത്തോടെ നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ കണ്ടാ നെക്ക് നല്ല ഭംഗിയിലിരിക്കും, നല്ല ഭംഗിയായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെങ്ങനെ മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ. എന്നിട്ട് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഫിനിഷായി കിട്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ചിലത് പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഇത് കഴിഞ്ഞു കണ്ടോ. നമുക്ക് ബാക്ക് നെക്ക് എടുക്കാം. ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ബാക്കിൻ്റെ നല്ല പുറത്താണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും നല്ല പുറത്ത് കഴിഞ്ഞ അതിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനിയാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ നെക്ക് ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. അതിന് മുമ്പായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കരുത്. ഇതുപോലെ പിടിക്കുക. നമ്മൾ കണ്ടില്ലേ, ആ ബാക്ക് നെക്കിൻ്റെ ബാക്ക് ഭാഗം കണ്ട ഇതുപോലെ പിടിക്കുക. ഫ്രണ്ടിൻ്റെ എല്ലാം നമ്മൾ പണികൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഈ വെച്ചിരിക്കണ പോലെ വെച്ചിട്ട് കണ്ട നമ്മൾ ആ ഒരു നടുക്കിലേക്ക് വെച്ച് കൊടുക്കുക ഈ ഫ്രണ്ട് നെക്ക്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറച്ച് വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വരും. അപ്പോൾ അതിൻ്റെ ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോയി അവിടെ നീറ്റായിട്ട് നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അവിടെ ഒന്ന് തുന്നി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് നെക്ക് വരിക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 2 ഷോൾഡറുകളും ഞാൻ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം ആ ബാക്ക് നെക്കിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഫിനിഷായി. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ആ ഫുള്ള് ഭാഗം ഞാൻ ബാക്ക് നെക്കിൻ്റെ ഫുള്ള് ഭാഗം അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അവിടെ ഫിനിഷായല്ലോ. ഇനി നമ്മൾ ബാക്ക് ഭാഗം ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് തുന്നി കൊടുക്കുക കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ തുന്നി കൊടുക്കുക, അതായിരിക്കും നല്ലതായിരിക്കുക. നമ്മൾ സ്റ്റിച്ച് കൊടുക്കണേലും ഭേദമായിട്ട്. അപ്പോൾ അതുപോലെ തുന്നി കൊടുക്കുക. ഇത് നമ്മൾ സ്ലീവുകൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് സ്ലീവുകൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ, ആ കുഴിച്ച ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട് കേട്ടോ. കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ഇഞ്ച് മടക്കി തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വീതം ഇതുപോലെ ഞാൻ ഒന്ന് മടക്കി തയ്ക്കുകയാണ്. നിങ്ങൾ ചിലവരിവിടെ ഹെം ചെയ്യും. അപ്പോൾ കൈ കൊണ്ട് ചെയ്താലും തുന്നിയാലും മതി. ഞാനിവിടെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ 2 സ്ലീവുകളും അതിൻ്റെ 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ചെറിയൊരു വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ആ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം കാരണമുണ്ടേ.
അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും നമ്മൾ 2 സ്ലീവും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ സ്ലീവ് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് തന്നെ വരണം കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടോ, ഞാൻ ആ കുഴിച്ച് വെട്ടിയ ഭാഗം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ, നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സ്ലീവ് കണ്ട ആ കുഴിച്ച ഭാഗം കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ആ സെൻറ്ററോട് സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അതുപോലെ 2 സ്ലീവും നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ചുരിദാറിൻ്റെ ആ ഒരു സെൻറ്റർ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ആ സ്ലീവിൻ്റെ സെൻറ്ററും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ, ആ ഒരു ഭാഗം എടുത്ത് നമ്മൾ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തയ്ച്ചാൽ മതി. ബിഗിനേഴ്സിനൊക്കെ അതായിരിക്കും നല്ലത്. നമുക്ക് മറ്റോണം കുറേ എക്സ്പേർട്ടായിട്ടാണ് ഒരു ഭാഗത്തുനിന്ന് തയ്ച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് വെച്ച് നമ്മൾ തയ്ക്കാം. സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഒരു ഭാഗത്തേക്ക് തയ്ക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സെൻറ്ററിൽ നിന്ന് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്ലീവ് തയ്ച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് അത്ര എക്സ്പേർട്ട് അല്ലല്ലോ, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണമെങ്കിലും കൂടുതൽ നിങ്ങൾ ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇതാ കണ്ടില്ലേ, ഞാനൊരു സ്ലീവ് വെച്ച് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലീവും നമ്മൾ ഇത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഞാൻ ആ സ്ലീവും കൂടിയും അത് ജോയിൻ ചെയ്തിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. പിന്നെ ഞാൻ നെക്കിൻ്റെ ആ ഭാഗം ഞാനൊന്ന് കൈ കൊണ്ട് തുന്നി കൊടുക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നെക്കിൻ്റെ ഉൾഭാഗത്ത് തുന്നി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ക്യാമറയുടെ ഞാൻ ഇത് ഫോണിൻ്റെ ഇത് ഞാൻ കറക്റ്റായിട്ട് വെക്കാത്ത കാരണം നിങ്ങൾക്കത് ക്ലിയർ ആവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അത് നെക്കിൻ്റെ ഭാഗം കണ്ട ഞാൻ തുന്നി അവിടെ നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ നമ്മൾ പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ കൈയിന് എത്രയാണെന്ന്, നമ്മൾ കൈയിൻ്റെ ആ സ്ലീവ് ഓപ്പൺ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗം, അതുപോലെ വേസ്റ്റിൻ്റെ ഹിപ്പിൻ്റെ ഭാഗം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക കണ്ട. അപ്പം ഞാൻ ഇതുപോലെ തയ്ച്ചു വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹിപ്പിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഹിപ്പിൻ്റെ പോയിൻ്റ് വരെ നമ്മൾ തയ്ച്ചു കൊടുത്തിട്ട് അവിടെ കണ്ട. ഇപ്പോൾ വേസ്റ്റിൻ്റെ കഴിഞ്ഞു, ഹിപ്പിൻ്റെ ഭാഗം വരെ തയ്ച്ചു കൊടുത്തിട്ട് നമ്മളവിടെ ലോക്ക് ചെയ്തിടുക കേട്ടോ. നമ്മളൊന്ന് ലോക്ക് ചെയ്തിടുക. അപ്പോൾ അവിടെ വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം വരെ മാത്രം നമ്മൾ തയ്ച്ചു കൊടുക്കുക. ബാക്കി ഭാഗം നമ്മൾ സ്ലിറ്റാണല്ലോ ചെയ്യുന്നത്, നമ്മൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ 2 ഭാഗം ഞാൻ ചെയ്തെടുത്തു. നമ്മൾ 2 ഭാഗത്തും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴേക്ക് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ നമ്മളത് നമുക്കവിടെ സ്ലിറ്റ് തയ്ക്കാനാണ് കേട്ടോ. അതെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ 1 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ എളുപ്പമാവും ഇങ്ങനെ 1 ഇഞ്ച് വരച്ചു കൊടുത്തിട്ട്. ഞാൻ ഇതുപോലെ നമുക്ക് ചിലർക്ക് ഇങ്ങനെ ഒത്തു വരാണ്ട് വരും അവിടെ. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു പോയിൻറ്റും കൊടുത്തു, 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറും. അവിടെ കറക്റ്റായിട്ട് ഒക്കാണ്ട് വരും. ചിലത് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഇതിപ്പോൾ കറക്റ്റ് നമ്മൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് പോയിന്റിൽ വന്നോളും കണ്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ 1 ഇഞ്ച് നമ്മൾ അവിടെ വരച്ചിട്ടുണ്ട്. ഇതേ കണ്ട താഴോട്ട് നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ഹിപ്പിൻ്റെ അവിടെ വരെ നമ്മൾ തയ്ച്ചെടുത്തു. ഞാൻ പറഞ്ഞല്ലോ 1 ഇഞ്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് കണ്ടാൽ മടക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണാം. നമ്മളൊരു ഊഹം വെച്ച് മടക്കല്ല ചെയ്യണത്. അതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് മടക്കുമ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ ഊഹം വെച്ച് മടക്കുമ്പോൾ അവിടെ ഏറ്റക്കുറച്ചിലുകൾ വരും കേട്ടോ. അപ്പം ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് മെഷീനിൽ വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് മുകളിലേക്ക് ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് തയ്ച്ചു കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. വീഡിയോയിൽ ഇപ്പോൾ ചെറിയൊരു ലെങ്ത്തിൻ്റെ വ്യത്യാസം, ആ ഒരു ക്യാമറ വെച്ചതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടൊന്നും അറിയില്ല. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ ആ ഭാഗം വരെ നമ്മൾ തയ്ച്ചു കൊണ്ടുവരാം. അവിടെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ തയ്ച്ച ഒരു 1 ഇഞ്ചിൽ നമ്മൾ മടക്കാൻ അറിയാമല്ലോ. അപ്പോൾ മടക്കി തന്നെ നമ്മൾ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ട അത്യാവശ്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ എന്നോട്. അപ്പോൾ നമ്മൾ ആ ഒരു ഹിപ്പിൻ്റെ ആ ഭാഗം വരെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിത് ഇതുപോലെ മടക്കി വെച്ചിരിക്കുകയാണ്. ആ 1 ഇഞ്ച് തന്നെ മടക്കി വെച്ചു കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പോൾ നമ്മളിതുപോലെ കൊണ്ടുവരാം. ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നതിലേറെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങോട്ടൊരു ചെരിവ് നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇതുപോലെ വെക്കുക.
ഇത് വെച്ചിട്ട് നമ്മൾ വീണ്ടും 1 ഇഞ്ച് ഇപ്പുറത്തും ഉണ്ടാവുമല്ലോ നമുക്ക് മടക്കാനായിട്ട്. ആ 1 ഇഞ്ച് നമ്മളിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ 1 ഇഞ്ച് കറക്റ്റ് ഇത് വന്നു കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മളിതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇനി അതുവരെ തയ്ച്ചു കൊടുത്തിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. ഞാൻ പറയുന്നതിലേറെ അതിൽ ശ്രദ്ധിച്ചാൽ മതിട്ടോ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ മുന്നോട്ട് നോക്കിയിട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴോട്ട് നമ്മൾ തയ്ച്ചു വരിക. എളുപ്പമാണ്. നമ്മൾ ആ അളവിട്ട കാരണം കൊണ്ടേ കറക്റ്റ് 1 ഇഞ്ച്. അപ്പോൾ ആ ഒരു അളവിൽ വെച്ചിട്ട് നമുക്ക് തയ്ക്കാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അല്ലാത്തവർക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഊഹം കണ്ട് മനസ്സിലാക്കി തയ്ക്കാം. അപ്പോൾ നമ്മളിത് ഈ അറ്റം വരെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. ഇനി നമുക്കൊരു കണ്ടില്ലേ അറ്റം വരെ 2 ഭാഗത്തും ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. സ്പീഡിൽ തയ്ച്ച കാരണം കൊണ്ടേ തിരക്കിൽ തയ്ച്ചതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അപ്പോൾ ഇനി ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. രണ്ടായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് അലവൻസ് കൊടുക്കുന്നുണ്ട്. സീം അലവൻസ് 1 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ അതുപോലെ തയ്ച്ച് അടിഭാഗം ഈ ചുരിദാറിൻ്റെ അടിഭാഗം നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇത് നമുക്ക് അതിന് ചെറിയൊരു കണ്ടോ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ തെറ്റത്തോടെ. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. കണ്ടോ ഇതുപോലെ ബാക്കിലും ഫ്രണ്ടിലും കൊടുക്കാം. നമുക്ക് ഈ ഒരു തെറ്റത്തോടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അവിടെ ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കട്ടെ. ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ മതി. കണ്ടില്ലേ ഇതുപോലെ അടിഭാഗത്ത് ഒരു ഭാഗം ഇങ്ങനെ എടുക്കട്ടോ. അപ്പോൾ എടുത്തു കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ ഒരു തെറ്റ് ചേർന്ന് നമ്മൾ തയ്ക്കില്ലേ നമ്മുടെ ആ ഒരു മടക്കി വെച്ച ആ ഭാഗം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ എടുക്കുക. ഏറ്റവും അരികത്തോട് കൂടിയിട്ടാ ഏറ്റവും കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിലേ നമ്മൾ തയ്ച്ച് വരിക കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു എന്താ പറയുക ടോപ്പ് സ്റ്റിച്ച് പോലെ കൊടുത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല നീറ്റായിട്ട് അറ്റം വരെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. ഓരോ ഭാഗം നമ്മൾ തിരിച്ച് അവസാനം നമ്മൾ തുടങ്ങിയോടെ തന്നെ എത്തും. അങ്ങനെ തയ്ച്ച് നമ്മുടെ സ്ലിറ്റ് കറക്റ്റായിട്ട് അറ്റത്ത് വരും. അപ്പോഴാണ് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുള്ളൂ. മറ്റേത് ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കും. ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടെ നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കണതിൻ്റെ ചെറിയ ഒരു ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പരിമിതി ഉണ്ടെന്ന്. വീട്ടിൽ വെക്കാനുള്ള ഒരു സൗകര്യക്കുറവിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കുറച്ച് ഡിസ്റ്റൻസൊക്കെ വന്നിട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇത് എങ്ങനെയാണ് വരാമെന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ആ തെറ്റത്തോടെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അറ്റം വരെ ഞാൻ ഇതുപോലെ തയ്ച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്. സിമ്പിൾ കുർത്തിയാണത്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ആ കുർത്തിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് കണ്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് നോക്കാം കേട്ടോ.